അപ്പൊ ഈ മഞ്ചലിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഇവളെ കാണാതിരിക്കാൻ രണ്ട് ഭാഗത്ത് പട്ടിന്റെ കർട്ടൻ തൂക്കിയിട്ടുണ്ട്. അപ്പൊ ഇവരിങ്ങനെ നോക്കുന്നുണ്ട്. 40 ആള്, ഇയാൾ വിറങ്ങനെ പിടിച്ചിട്ടുണ്ട്, മറ്റേ ഇരിക്കുന്നുണ്ട്. 30 ആള് 39 ആള്. ഈ പെണ്ണിനെ അങ്ങനെ കൊണ്ടുപോകാണ്. സഫ്യാനെ എത്തിയിട്ട് കുളത്തിലേക്ക് കൊണ്ടുപോകാം. ഇവരുടെ അടുക്കലൂടെ പോകുമ്പോ അള്ളാന്റെ കുതിരത്ത് ഒരു കാറ്റടിച്ചു. കാറ്റടിച്ചപ്പോ ഈ പട്ടിന്റെ കർട്ടൻ മേലോട്ട് പറഞ്ഞപ്പോ മഞ്ചൽ തന്നെ നോക്കിയിരിക്കുന്ന 40 പേർ, അതിന്റെ അകത്തിരിക്കുന്ന ഹൂർനിസാവ് പോലെയുള്ള പെണ്ണ് ഒരു വട്ടം ഒന്ന് കണ്ടപ്പോ തന്നെ 40 പേരും തല താഴ്ത്തി. പിന്നെ നോക്കിയില്ല. നമ്മളാകുമ്പോ അഞ്ചൽ പൊളിയുന്നവരെ നോക്കും. തല താഴ്ത്തി നിന്നു. അവളെ കൊണ്ടുപോവുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോ എവിടെ നിന്നോ ഒരു ചിരി ഇങ്ങനെ ചിരിക്കുന്നു. അപ്പൊ 39 ഇങ്ങനെ നോക്കി, ആരാടെ ചിരിക്കുന്നത്? അപ്പൊ നിൽക്കുന്ന ആളെ ചിരിക്കുന്നു, ബൊറങ്ങനെ പിടിച്ചിട്ട് ചിരിക്കുന്നു. ഇവര് ചേട്ടാ നീ എന്തിനാ ചിരിക്കുന്നത്? അപ്പൊ ചെറുപ്പക്കാരനായ ഫക്കീർ പറഞ്ഞു, അല്ല മനുഷ്യന്മാരാ കൊണ്ടുപോയത് രാജകുമാരി സഫിയാനെ അല്ലേ? അതെ. ഞാൻ ഒരു ചോദ്യം ചോദിച്ചാല് നിങ്ങൾ ചിരിക്കുവോ? നീ ചോദിക്ക് നോക്കിയിട്ട് ഇരിക്കാറ്. ആ കൊണ്ടുപോയ സഫിയാനെ എനിക്ക് കെട്ടാൻ കിട്ടോ? എനിക്ക് മംഗലം കഴിക്കാൻ കിട്ടോ? ഇവര് 39 ആളും ജമാഅത്തായിട്ട് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു കിട്ടും, നിനക്കേ കിട്ടും. എന്റെ മോനെ നീ ആര്? അവൾ ആര്? അവളൊരു രാജ്യത്തെ ഭരണാധിപനായ മൻസൂർ അലി ഖാൻ ബാദ്ഷായുടെ ഒരേ ഒരു മകൾ, രാജകുമാരി സുന്ദരി. നീയോ ഇട്ട ഷർട്ടിന് $32 കൃത്യമായിട്ട് എണ്ണിയാ കിട്ടുന്ന കൂറ ഫക്കീർ. നീ അങ്ങ് കെട്ടാൻ പോയാ മതി, നല്ല കെട്ടു നടക്കുന്നു. ഇയാള് പറഞ്ഞു ഐ ആം സീരിയസ്. ഇയാള് പറഞ്ഞു എനിക്ക് എന്തായാലും മംഗലം കഴിക്കണോ, എനിക്ക് അവളെ കെട്ടണം, പെണ്ണെട്ടണം, എനിക്ക് കെട്ടണം.